അതായത് എനിക്ക് എൻ്റെ പറമ്പിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെല്ലാം എനിക്ക് സീറോ ബഡ്ജറ്റിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും അത് നമ്മൾ കണക്ട് ചെയ്യുക പല ഏക്കറുമായിട്ടാണ്. പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു രീതി ഡെവലപ്പ് ചെയ്യുക. അതെ, പശു വളർത്തൽ എന്ന് പറയുമ്പോൾ ഈ പശുവിന്റെ ചെലവ്, കുടുംബത്തിന്റെ ചെലവ് എല്ലാം പശുവിന്റെ പാല് വിറ്റിട്ട് നമുക്ക് കിട്ടും. ബാക്കി നമുക്ക് ഒന്നും ബാക്കി വെക്കാനുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ പശുവിന്റെ മൂത്രം, ചാണകം ഇങ്ങനെയുള്ള സാധനം ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റൊക്കെ ടൺ കണക്കിന് കമ്പോസ്റ്റ് ഉണ്ടാക്കി കാട് വളരുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്. എൻ്റെ പശുക്കൾക്ക് തീറ്റ വേണം. ഒരു വർഷത്തിലൊക്കെ നമുക്ക് വേനൽ മഴയൊക്കെ കിട്ടുവാണെങ്കിൽ കാട് സാധാരണ ഒരു 4 തവണ വെട്ടാനേ കിട്ടുള്ളൂ. ഇതെനിക്ക് 7 തവണ ഒരു വർഷത്തിൽ ഈ കാട് വെട്ടാൻ കിട്ടും. അതാണ് അത് നേരെ പശുക്കൾക്കെത്തും. പശുക്കൾ അത് ഭക്ഷിച്ച് ചാണകമായിട്ട് അത് കമ്പോസ്റ്റ് ആയിട്ട് ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണം. തൊഴുത്തിൽ നിന്നും പുറന്തള്ളുന്ന ചാണകം ഇവിടെ കൊണ്ടുവിടും. അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അവിടെ നിന്ന് വരുന്ന ചാണകം ആ കുഴിയിലേക്ക് വരും. എന്നിട്ട് അത് ഇതുപോലെ ഇവിടെ കോരിയിടും. കോരിയിട്ടിട്ട് വെറും സിമ്പിൾ ടെക്നിക്ക്, വെറും മണ്ണിൽ ഇത് കോരിയിട്ടിട്ട് ഇതേപോലെ 250 GSM ഷീറ്റ് ഇട്ടിട്ട് മൂടുക. ഈ ഷീറ്റ് വേണം, അല്ലെങ്കിൽ ഇത് മുഴുവനും ചൂട് വന്നിട്ട് ഈ സാധനം പോവും. ഇങ്ങനെയുള്ള കമ്പോസ്റ്റ് ഇതാണ് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും ഉള്ളതുകൊണ്ട് ചെടി നല്ല തഴച്ച് വളരുകയും അതുപോലെ തന്നെ നല്ല കായ്ഫലം, നന്നായിട്ട് പൂക്കളും എല്ലാം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇത് വെറും മണ്ണിൽ വേണം ഇത് ഉണ്ടാക്കാൻ. അതാണ് ഈ മണ്ണിൽ നിന്നാണ് ഇതിനകത്ത് ബാക്ടീരിയകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കയറി വരുന്നത്. ഇതിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സാധനം തേരട്ട. പിന്നെ നമ്മുടെ ഈ കമ്പോസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയുടെ ഒരു വചനമുണ്ട്, ലളിതമാണ് സുന്ദരം. എൻ്റെ കൃഷിയിൽ ഞാൻ അത് ആണ് ഞാൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. കാരണം എനിക്ക് ഇത് വിറ്റ് വേണമെങ്കിൽ നമുക്കൊരു നല്ലൊരു പൈസയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അത് നമ്മൾ ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും. പല ആളുകളും എന്നോട് പറയാറുണ്ട് അവരുടെ നാട്ടിൽ ഉണക്കച്ചാണാനേ കിട്ടാനുള്ളത്. ഉണങ്ങിയ ചാണാൻ കത്തിച്ച് കളയാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെടികളുടെ ചുവട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു സ്പോഞ്ച് പോലെ ഈ ചകിരിച്ചോറിൻ്റെ ഒക്കെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈർപ്പം നിലനിർത്താൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഗുണങ്ങളൊന്നും അതിനകത്ത് പ്രത്യേകം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ചാണകം കിട്ടുന്ന ആളുകളോട് ഞാൻ പറയും, വെറും നിലത്ത് മണ്ണ് നനയ്ക്കുക, അതിൻ്റെ മേലെ ഇടുക, എന്നിട്ട് ഇത് നനച്ചിട്ട് ഇതേപോലൊരു ഷീറ്റ് വെച്ച് മൂടി ഇങ്ങനെ ഇടുക. 45 ദിവസം കൊണ്ട് അതൊരു ഡീകമ്പോസ്റ്റ് ആകും. വേണമെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഇളക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മാസം കൊണ്ട് അതൊക്കെ നല്ല കമ്പോസ്റ്റായി മാറും. ഈ ചാണകം ഒരിക്കലും വെയിൽ കൊള്ളാനും പാടില്ല, മഴ കൊള്ളാനും പാടില്ല.